നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കാർ പദ്ധതികളായിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ് എല്ലാവരും വാച്ച് ചെയ്തു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോ കല, സാഹിത്യം, സംസ്കാരം, അതുപോലെ തന്നെയാണെങ്കിൽ കായികം, ഓക്കെ, ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. അപ്പൊ അതിൽ സാഹിത്യം, എസ്പെഷ്യലി അവാർഡുകൾ, സാഹിത്യ അവാർഡുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഭൂരിഭാഗവും വിവിധ പുസ്തകങ്ങളും അതിന്റെ ഓതേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023-24 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അവയുടെ ഓതേഴ്സിനെ കുറിച്ചും പഠിക്കുന്നു. കൂടുതൽ തന്നെ നമ്മൾ അടുത്ത സെഷനിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസമാണെങ്കിൽ ഇതിന് രണ്ടാമത്തെ ഭാഗം ഉണ്ടാവും. അതിൽ സാഹിത്യ അവാർഡുകളെ കുറിച്ചും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ക്ലാസ്സോട് കിടക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി. 2023 ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട, ചർച്ച ചെയ്ത ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കെ മാധവറാവു. കെ മാധവറാവു ഒരു സിവിൽ സർവന്റ് ആണ്. ഓക്കെ, 1962 ബാച്ച് IAS ഓഫീസർ ആണ്. 1977-79 കാലഘട്ടത്തിൽ ഇദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട്, ED ആയിക്കൊണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ദി സ്റ്റോറി ഓഫ് എ ദളിത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. കെ മാധവറാവ്. രണ്ടാമത്തെ ചോദ്യം, സ്പെയർ എന്ന ആത്മകഥ രചിച്ചതാരാണ്? വളരെയധികം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട, ഓക്കെ, ഒരുപാട് വിവാദങ്ങളും മറ്റൊക്കെ ഉണ്ടായ ഒരു പുസ്തകമാണ് സ്പെയർ എന്നുള്ള പുസ്തകം. ഈ സ്പെയർ എന്നുള്ള പേരിൽ ആത്മകഥ രചിച്ചത് ആരാണ്? പ്രശസ്തനായിട്ടുള്ള, ഒക്കെ എല്ലാവരും അറിയുന്ന ഹാരി രാജകുമാരൻ അല്ലെ. ഹാരി രാജകുമാരനാണ്. ആരാണ് ഹാരി രാജകുമാരൻ? ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ, ഓക്കെ, ബ്രിട്ടീഷ് രാജകുടുംബാംഗമാണ് ഹാരി രാജകുമാരൻ. ഓക്കെ, അദ്ദേഹം അവിടുത്തെ ഒരു, നമുക്കറിയാം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പ്രത്യേകത, ഓക്കെ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ മൂത്ത ആൾക്കാണ് ഓക്കെ രാജപദവിയും അധികാരവും ലഭിക്കാം. അപ്പോൾ ഇദ്ദേഹം ഹാരി രാജകുമാരനാണെങ്കിൽ അദ്ദേഹം രണ്ടാമത്തെ മകനാണ്. അതുകൊണ്ട് തന്നെ സ്പെയർ എന്നുള്ള വിശേഷണം ലഭിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ആ ഒരു പേര് തന്നെയാണ് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, ഓക്കെ, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. സ്പെയർ എന്ന ആത്മകഥ രചിച്ചത് ഹാരി രാജകുമാരാണ്. മൂന്നാമത്തെ ചോദ്യം, 2023 ജാനുവരിയിൽ പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഗോകുലം ഗോപാലൻ. ആരാണ്? ഗോകുലം ഗോപാലൻ. ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, കാരണം പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരമാണ്. ഉത്തരം ഗോകുലം ഗോപാലൻ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2021 പുരസ്കാരം നേടിയ കേരളത്തിലെ ചിലന്തികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഇവിടെ ഈ അവാർഡിനെ കുറിച്ച് നിങ്ങൾ അത്രയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബോധവാന്മാരാവേണ്ട ആവശ്യമില്ല. അതായത് ഈ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഈ ഒരു വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യം അവാർഡ് ആര് നേടി എന്നുള്ളതല്ല ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് കേരളത്തിലെ ചിലന്തികൾ. എന്താണ്? കേരളത്തിലെ ചിലന്തികൾ. ആ കേരളത്തിലെ ചിലന്തികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ്. ഉത്തരം എന്താണ്? ഡോക്ടർ സുധികുമാർ എ വി. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ ഫാക്ടും കൂടെ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അവാർഡും കൂടെ എഴുതിയത്. കേരളത്തിലെ ചിലന്തികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നുള്ളതാണ് ഉത്തരം. ഡോക്ടർ സുധികുമാർ എ വി എന്ന് മനസ്സിലാക്കണം. അഞ്ചാമത്തെ ചോദ്യം, 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും കശ്മീരിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. കശ്മീരിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് റഹ്മാൻ റാഹി എന്ന് പറയുന്നത്. അദ്ദേഹം 2023 മരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഫാക്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. 61 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2000 പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു.
2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ ലഭിക്കുന്ന ആദ്യത്തെ കശ്മീരി എഴുത്തുകാരനാണ് റഹ്മാൻ റാഹി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മറക്കാൻ പാടില്ല. കശ്മീരി എഴുത്തുകാരൻ റഹ്മാൻ റാഹി 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. കഴിഞ്ഞ വർഷം അന്തരിച്ചു. ആറാമത്തെ ചോദ്യം, പരാജയപ്പെട്ട കമ്പോള ദൈവം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിക്കൊണ്ട് ഞാൻ 2 പുസ്തകങ്ങളെ പറയും. ഓക്കെ, മൊത്തം 3 പുസ്തകങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ പഠിക്കുകയാണ്. ഈ 3 പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതെന്റെ വാക്കാണ്, ഉറപ്പായിട്ടും എഴുതിയെടുത്തോളൂ, പ്രതീക്ഷിക്കാവുന്നതാണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം MB രാജേഷ്. MB രാജേഷ് ആരാണ്? കേരളത്തിലെ നിലവിലുള്ള മന്ത്രിയാണ് അല്ലെ, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ് കേട്ടോ. അപ്പൊ കോവിഡ് മഹാമാരി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ചലനങ്ങളെ ആധാരമാക്കി എഴുതിയ ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിന്റെ പേര് പരാജയപ്പെട്ട കമ്പോള ദൈവം. എന്താണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം. പരാജയപ്പെട്ട കമ്പോള ദൈവം എഴുതിയത് MB രാജേഷ്, മന്ത്രിയാണ് MB രാജേഷ്. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് 2 പുസ്തകം ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ചോദ്യത്തിന് കൂടുതൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് താർക്കികരായ ഇന്ത്യക്കാർ. ഓക്കെ, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ്? താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഓക്കെ, അമർത്യാസൻ. ആരാണ്? അമർത്യാസൻ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യാസനാണ്. അമർത്യാസനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ കാര്യമൊക്കെ PSC മുമ്പ് ചോദിച്ചതാണ്. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവാണ് അമർത്യാസൻ. ഇന്ത്യയുടെ സുദീർഘമായ താർക്കിക പാരമ്പര്യത്തെ കുറിച്ച് എഴുതിയ പ്രബന്ധങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. എന്താണ്? ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. ഇംഗ്ലീഷിലുള്ള പേര് ഓർത്തിരുന്നോണെ, ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ വിവർത്തനമാണ് ഈ പറയുന്ന താർക്കികരായ ഇന്ത്യക്കാർ കേട്ടോ. മറക്കാൻ പാടില്ല, താർക്കികരായ ഇന്ത്യക്കാർ അഥവാ ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഇത് മൊഴിമാറ്റം നടത്തിയതും വിവർത്തനം നടത്തിയത് ആശാലത കേട്ടോ. ആശാലതയാണ് ഇത് മൊഴിമാറ്റം നടത്തിയതെന്ന് മനസ്സിലാക്കുക. യെസ്. 8, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലിഫന്റ്. മറക്കല്ലേ, എന്താണ്? മീ ഗ്രാൻഡ് ഡാഡ് AD ആണ് കേട്ടോ, ആഡ് ആണ്, അല്ലാണ്ട് ആൻഡ് അല്ല. ആഡ് ആൻ എലിഫന്റ് എന്ന പേരിൽ തർജ്ജമ ചെയ്ത പ്രശസ്ത ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇത് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഇതെല്ലാം. ഓക്കെ, എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്. ഈ കൃതികളെ അദ്ദേഹം ഏത് പേരിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്? മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്ന പേരിൽ തർജ്ജമ ചെയ്ത പ്രശസ്ത ഭാഷാ ശാസ്ത്രജ്ഞനാണ് R.E. ആഷർ കേട്ടോ. R.E. ആഷർ. ആരാണ്? R.E. ആഷർ. മനസ്സിലാക്കുക, R.E. ആഷർ. യെസ്. ഓക്കെ, ബ്രിട്ടീഷ് ഭാഷാ ശാസ്ത്രജ്ഞനും തർജ്ജമകാരനും ദ്രാവിഡ ഭാഷാ അധ്യാപകനും വ്യാകരണ ഗ്രന്ഥ രചയിതാവുമാണ് ഇദ്ദേഹം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം ഈ ഒരു പേരിൽ മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഓക്കെ, ഡോക്ടർ TC കുമാരിയുമായി ചേർന്നും ഇംഗ്ലീഷിൽ മലയാള വ്യാകരണം എന്ന കൃതി രചിച്ചു. ഓക്കെ, ഇംഗ്ലീഷിൽ മലയാള വ്യാകരണം എന്ന കൃതി രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം. തകഴിയുടെ തോട്ടിയുടെ മകൻ. ഏതാണ്? തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതി സ്കാവഞ്ചേഴ്സ് സൺ. എന്താണ്? സ്കാവഞ്ചേഴ്സ് സൺ എന്ന പേരിൽ തർജ്ജമ ചെയ്തു. അപ്പൊ 2 ഇമ്പോർട്ടന്റ് ഫാക്ട്സ് പഠിക്കുകയാണ്. ബഷീറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലിഫന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതോടൊപ്പം തന്നെയാണെങ്കിൽ തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന കൃതിയെ സ്കാവഞ്ചേഴ്സ് സൺ എന്ന പേരിൽ തർജ്ജമ ചെയ്തു. ഇതെല്ലാം ചെയ്തത് ആരാണ്? ഈ പറയുന്ന R.E. ആഷർ കേട്ടോ. R.E. ആഷർ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ്, ഒരു കറണ്ട് അഫെയറും കൂടെയാണ് R.E. ആഷർ കേട്ടോ. യെസ്. നെക്സ്റ്റ്, അടുത്തത് 9ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർസ് ഗീതാഞ്ജലി എ പിക്ചോറിയൽ ട്രിബ്യൂട്ട് എന്ന പുസ്തകം രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർസ് ഗീതാഞ്ജലി എ പിക്ചോറിയൽ ട്രിബ്യൂട്ട് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഇതും ശ്രദ്ധിച്ചിരിക്കേണ്ട ഫാക്ട് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. എ പിക്ചോറിയൽ ട്രിബ്യൂട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഓക്കെ ജെസ്സി ജേക്കബ്. ആരാണ്? ജെസ്സി ജേക്കബ് കേട്ടോ. ജെസ്സി ജേക്കബ്. ഓക്കെ, ജെസ്സി ജേക്കബിന്റെ മറ്റൊരു കൃതിയാണ് ആകാശത്തിന്റെ അതിരുകൾ കേട്ടോ. ജെസ്സി ജേക്കബിന്റെ മറ്റൊരു കൃതിയാണ് ആകാശത്തിന്റെ അതിരുകളും. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2-3 അഡീഷണൽ ഫാക്ട്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ചോദ്യമായിട്ടൊരു പരീക്ഷയ്ക്ക് വന്നിരുന്നു. ആ പരീക്ഷയ്ക്ക് ചോദിച്ച
വന്നിരുന്ന ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന മറ്റുള്ള സാഹിത്യകാരന്മാരുടെ കൃതികളും കൂടി ഞാനിവിടെ പറയാണ്. അതിന് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ഓരോരോ ഓപ്ഷനാണ് പറയുന്നത്. എസ് ഹരീഷ്, അദ്ദേഹത്തിന്റെ കൃതികളാണ്, പുസ്തകങ്ങളാണ് മീശ, ഓഗസ്റ്റ് 17, രസവിദ്യയുടെ ചരിത്രം, അപ്പൻ, ആദം, മറക്കല്ലേ. ഓക്കെ, എസ് ഹരീഷിനെ കുറിച്ചൊക്കെ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. എസ് ഹരീഷിന്റെ കൃതികളെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. മീശ ചോദിച്ചിരിക്കുന്ന ഒരു ഫാക്ട് ആണ്. ഓക്കെ, മീശ, ഓഗസ്റ്റ് 17, രസവിദ്യയുടെ ചരിത്രം, അപ്പൻ, ആദം, ഇത് അറിഞ്ഞിരിക്കേണ്ട കൃതികളാണ് എസ് ഹരീഷിന്. അതുപോലെ തന്നെ രാജേഷ് ചിത്തിര, മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു രാജേഷ് ചിത്തിര. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ആദി ആത്മ, ജിക്സാ പസൽ ടൊക്കില. ഓക്കെ, ജിക്സാ പസൽ ടൊക്കില കേട്ടോ. അപ്പൊ ആദി ആത്മ, ജിക്സാ പസൽ ടൊക്കില. ഓക്കെ, ഇത്രയും കൃതികൾ രാജേഷ് ചിത്തിരയുടെ പ്രശസ്തമായുള്ള പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ മനോജ് കൂറൂർ, മനോജ് കൂറൂരിന്റെ പുസ്തകങ്ങളാണ് നിലം പൂത്തു മലർന്ന നാൾ, നിറപ്പകിട്ടുള്ള നൃത്തസംഗീതം, മുറിനാവ്, അതുപോലെ തന്നെ മുറിനാവ്. ഓക്കെ, ഇത്രയും പുസ്തകങ്ങൾ മനോജ് കൂരൂരിന്റെ പുസ്തകങ്ങളാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് ജെസ്സി ജേക്കബിന്റെ പുസ്തകമാണ്. ജെസ്സി ജേക്കബിന്റെ പുസ്തകം രവീന്ദ്രനാഥ ടാഗോർസ് ഗീതാഞ്ജലി, എ പിക്ചോറിയൽ ട്രിബ്യൂട്ട് എന്ന് പറയുന്ന പുസ്തകമാണ് ജെസ്സി ജേക്കബിന്റെ. അവരുടെ മറ്റൊരു പുസ്തകം കൂടെ പറയുകയുണ്ടായി, ആകാശത്തിന്റെ അതിരുകൾ. കൂട്ടത്തിൽ ഈ ചോദ്യം വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ആളുകളുടെ കൃതികൾ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് 11ാമത്തെ ചോദ്യം, മതം, മാധ്യമം, മാർക്സിസം, നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ച കേരള രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ്? ഓക്കെ, നോട്ട് ചെയ്തോണേ. ഞാൻ നേരത്തെ MB രാജേഷിന്റെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. MB രാജേഷിന്റെ കൃതിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു 2 ആളുകളുടേതും കൂടെ ഞാൻ പറയും. അതിൽ ഈ മൊത്തം 3 പേരുടെ കൃതികൾ ഇതിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ഒന്നാണിത് കേട്ടോ. മതം, മാധ്യമം, മാർക്സിസം, നവകേരളത്തിലേക്ക് എന്നീ പുസ്തകങ്ങൾ രചിച്ച കേരള രാഷ്ട്രീയ പ്രവർത്തകനാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് മതം, മാധ്യമം, മാർക്സിസം, ഒന്നും നവകേരളത്തിലേക്ക്. അപ്പൊ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, നോട്ട് ചെയ്തണം. ഓക്കെ, ഇതിനെ കൂടുതൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, 3ാമത്തെ വ്യക്തി ഇദ്ദേഹമാണ്. ഓക്കെ, ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വളരെ 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 പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ. ഓക്കെ, വിചാരങ്ങൾ വിചിന്തനങ്ങൾ, ഗാന്ധി വധത്തിന്റെ ഇതിവൃത്തത്തിൽ എഴുതിയ ഒരു ബുക്കാണിത്. ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വിചാരങ്ങൾ വിചിന്തനങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി. അത് എഴുതിയിരിക്കുന്നത് C ദിവാകരനാണ്. മുൻ മന്ത്രിയാണ്, CPI നേതാവാണ് C ദിവാകരൻ കേട്ടോ. അപ്പൊ ദിവാകരൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ് ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വിചാരങ്ങൾ വിചിന്തനങ്ങൾ, ഗാന്ധി വധത്തിന്റെ ഇതിവൃത്തത്തിൽ എഴുതിയ ഒരു കൃതിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന മുല്ലക്കര രത്നാകരൻ എഴുതിയ ഒരു കൃതിയാണ് മഹാഭാരതത്തിലൂടെ. അപ്പൊ ഞാന് 4 കൃതികൾ ടോട്ടലി പറഞ്ഞു. ഓക്കെ, ഒന്ന് MB രാജേഷ്, രാഷ്ട്രീയക്കാരനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള MB രാജേഷിന്റെ കൃതിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, രണ്ടാമതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു, മതം, മാധ്യമം, മാർക്സിസം, നവകേരളത്തിലേക്കും. ഓക്കെ, 2 പുസ്തകങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് C ദിവാകരന്റെ ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ വിചാരങ്ങൾ വിചിന്തനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഓക്കെ, ഇത് എഴുതിയത് C ദിവാകരൻ, മുൻ മന്ത്രിയാണ്, ഭക്ഷ്യവകുപ്പ് മന്ത്രി. ഓക്കെ, മഹാഭാരതത്തിലൂടെ എഴുതിയത് മുല്ലക്കര രത്നാകരൻ, മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, ഈ ഒരു 4 മന്ത്രിമാരുടെ, മുൻ മന്ത്രിമാരുടെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും പുസ്തകങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്, എഴുതിയെടുത്തോണം. ഓക്കെ, യെസ്. 12 2023 ജനുവരിയിൽ പ്രകാശനം ചെയ്യപ്പെട്ട കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ ശ്രീകുമാരൻ തമ്പി എഴുത്തുകാരനാണ്, കവിയാണ്, കഥാകൃത്താണ്, സിനിമാ സംവിധായകനാണ്, ലിറിസിസ്റ്റ് ആണ്. എല്ലാ മേഖലയിലും തിളങ്ങിയ ഒരു സകല കലാവല്ലഭനാണ് അല്ലെ ശ്രീകുമാരൻ തമ്പി കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും. ജനുവരി 2023 പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം കറുപ്പും വെളുപ്പും മായവർണ്ണങ്ങളും. ഓക്കെ, 2023 ജനുവരിയിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി പ്രകാശനം ചെയ്ത സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധനായ
കെ അബ്ദുൽ ഗഫൂറിന്റെ ആത്മകഥ ഏതാണ്? കെ അബ്ദുൽ ഗഫാറിന്റെ ആത്മകഥ ഏതാണ്? അപ്പൊ ഇത് MS ധോണി നമ്മുടെ ആക്ടർ ടൊവിനോക്ക് നൽകിയിട്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇതിന്റെ പേര് ഞാൻ സാക്ഷി മറക്കല്ലേ, ഞാൻ സാക്ഷി. അപ്പം സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭനായിട്ടുള്ള വിദഗ്ധനായിട്ടുള്ള കെ അബ്ദുൽ ഗഫാറിന്റെ ആത്മകഥയാണ് ഞാൻ സാക്ഷി. ഇത് പ്രകാശനം ചെയ്തത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയാണ്. യെസ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയ്ക്കായി പ്രശസ്ത കവയിത്രി സുഗതകുമാരി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സുഗതവനം എന്താണ്? ശ്രദ്ധിച്ചതാണ്. സുഗതവനം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? സുഗതവനം പദ്ധതി. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. സാഹിത്യത്തിന് പുറമെ നമ്മുടെ പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗത്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞിരിക്കാം. സുഗതവനം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? ആറന്മുള. എന്താണ് സംഭവം? ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിന് സമീപം 1 ഏക്കറിലാണ് സുഗതവനം പദ്ധതി നടപ്പിലാക്കുന്നത്. ആറന്മുളയുടെ പൈതൃകം വിളിച്ചോതുന്ന മ്യൂസിയം, ഗ്രന്ഥശാല, പഠന ഗവേഷണ സ്ഥാപനം, സാംസ്കാരിക കേന്ദ്രം എന്നിവ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിക്കും. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ സുഗതകുമാരിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സുഗതവനം പദ്ധതി നടപ്പിലാക്കുന്നത് ആറന്മുളയിലാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് അടുത്ത ചോദ്യം. നമ്പറിൽ ചെറിയൊരു പിഴവുണ്ട്. യെസ്. അടുത്ത 16. 2023 ജനുവരിയിൽ പ്രകാശനം ചെയ്യപ്പെട്ട KPAC നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ശ്രദ്ധിച്ചിരിക്കുക. KPAC നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അപ്പൊ ഇത് 2 രീതിയിൽ ചോദ്യം വരാം. ഒന്ന്, ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിക്കാം. രണ്ടാമത്, KPAC നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് ചോദിക്കാം. അതിന്റെ ഉത്തരം ജീവിത നാടകമാണ്. എഴുതിയത് ആരാണ്? ബൈജു ചന്ദ്രൻ. ആരാണ്? ബൈജു ചന്ദ്രൻ. യെസ്. നെക്സ്റ്റ് 17. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി. ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ആരാണ്? അപ്പൊ 2 പേരാണ് ഈ പുസ്തകം എഴുതിയത്. 2 പേരും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത്. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എഴുതിയത് ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറുമാണ് കേട്ടോ. ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറുമാണ് കേട്ടോ. ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ഒക്കെ. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി ഇവർ 2 പേരാണ് എഴുതിയത്. മഹാമാരിയെ പ്രതിരോധിക്കുന്നതിലും വാക്സിൻ ഉൽപാദനത്തിലും വിതരണത്തിലും ഇന്ത്യയുടെ മുന്നേറ്റമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അവർ പ്രതിപാദിക്കുന്നത് കേട്ടോ. യെസ്. നെക്സ്റ്റ് 18. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ നിൽമണി ഫുക്കൻ ഏത് ഭാഷയിലാണ് സാഹിത്യ രചന നടത്തിയിരുന്നത്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള നിൽമണി ഫൂക്കനെ കുറിച്ച് നമ്മൾ എന്തിനാണ് 2024 പഠിക്കുന്നത്? കാരണം 2023 ഇദ്ദേഹം മരിച്ചു കേട്ടോ. 2023 ഇദ്ദേഹം അന്തരിച്ചു. അപ്പൊ ഈ നിൽമണി ഫൂക്കൻ ഏത് ഭാഷയിലാണ് സാഹിത്യ രചന നടത്തിയിരുന്നത്? ആസാമീസ് ഭാഷ. ഇതിലാണ് ആസാമീസ് ഭാഷയിലാണ് ഇദ്ദേഹം സാഹിത്യ രചന നടത്തിയിരുന്നത് മനസ്സിലാക്കാം. അറിഞ്ഞിരിക്കുക. നിൽമണി ഫൂക്കൻ 1933 ജനിച്ച് 2023 ജാനുവരി 19 അദ്ദേഹം മരിക്കുന്നത്. കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് മാറുന്നു. ആസാമീസ് ഭാഷയിലുള്ള ഒരു ഇന്ത്യൻ കവിയും അക്കാദമിക് വിദഗ്ധനുമാണ് ഇദ്ദേഹം. നിൽമണി ഫുക്കൻ. ഇത് ശ്രദ്ധിച്ചിരിക്കാം. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2021 എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം? 56ാമത്തെ 56th ജ്ഞാനപീഠ പുരസ്കാരം. 1990 ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ശേഷം തൊട്ടടുത്ത വർഷം 2022 57ാമത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയത് ആരായിരുന്നു? ദാമോദർ മൗസോ. ആരായിരുന്നു? ദാമോദർ മൗസോ. ഗോവ ആസ്ഥാനമായിട്ടുള്ള കവിയായിരുന്നു ദാമോദർ മൗസോ. അപ്പൊ 57 പഠിച്ചു, അതുപോലെ തന്നെ 56 പഠിച്ചു. അതിൽ 56 ആസാമീസ് കവിയാണ്. നിൽമണി ഫുക്കൻ അദ്ദേഹം അന്തരിച്ചു. മറക്കല്ലേ. യെസ്. യെസ്. നെക്സ്റ്റ്, മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? നിർമ്മൽ കുമാർ ബോസ്. ആരാണ്? നിർമ്മൽ കുമാർ ബോസ്. യെസ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ അവാർഡ് നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്നാണ്. അമ്മ മണമുള്ള കനിവുകൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? അമ്മ മണമുള്ള കനിവുകൾ എന്നുള്ള നോവൽ രചിച്ചത് ആരാണ്? EN ഷീജ. നോട്ട് ചെയ്തോണെ. EN ഷീജയാണ് അമ്മ മണമുള്ള കനിവുകൾ എന്നുള്ള നോവൽ രചിച്ചത്. നെക്സ്റ്റ്, നെവർ ഗിവ് അൻ ഇഞ്ച് ഫൈറ്റ് ഫോർ ദി അമേരിക്ക ഐ ലവ് എന്ന പുസ്തകം എഴുതിയതാരാണ്?
ഓക്കെ, പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് നെവർ ഗിവ് ആൻ ഇഞ്ച് ഫൈറ്റ് ഫോർ ദി അമേരിക്ക ഐ ലവ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മൈക്ക് പോംപിയോ. മൈക്ക് പോംപിയോ ആണ്. ഇദ്ദേഹമാണ് പുസ്തകം എഴുതിയത്. ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ആദ്യം CIA ഡയറക്ടർ ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മാറി. മൈക്ക് പോംപിയോ രാഷ്ട്രീയക്കാരനാണ്, അമേരിക്കൻ പൊളിറ്റീഷ്യൻ ആണ്, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് മൈക്ക് പോംപിയോ. മറക്കല്ലേ? യെസ്. 2021 ജാനുവരിയിൽ പുറത്തിറങ്ങിയ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമന്റെ ആത്മകഥ ഏതാണ്? TS കല്യാണരാമന്റെ ആത്മകഥ ഏതാണ്? ഇതും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആത്മവിശ്വാസം. അപ്പൊ ആത്മവിശ്വാസം ഏത് സംരംഭകന്റെ അല്ലെങ്കിൽ ബിസിനസ്മാന്റെ വ്യവസായിയുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TS കല്യാണരാമൻ. കേട്ടോ, TS കല്യാണരാമൻ, ആത്മവിശ്വാസം. ഇനി വിക്ടറി സിറ്റി എന്ന പുസ്തകം രചിച്ചതാരാണ്? വിക്ടറി സിറ്റി എന്ന പുസ്തകം രചിച്ചതാരാണ്? വിക്ടറി സിറ്റി. ഉത്തരം സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. വിവാദ എഴുത്തുകാരൻ കൂടിയാണ്. വിക്ടറി സിറ്റി എന്ന പുസ്തകം രചിച്ചതാരാണ്? സൽമാൻ റുഷ്ദി. സാരസ്വതം എന്ന ആത്മകഥ രചിച്ചതാരാണ്? സാരസ്വതം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ്. സാരസ്വതം എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ഉത്തരം കലാമണ്ഡലം സരസ്വതി. ഇവരാരാണ്? ആക്ച്വലി നമ്മുടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായിട്ടുള്ള മലയാളത്തിന്റെ MD വാസുദേവൻ നായരുടെ ഭാര്യയാണ് ആര്? കലാമണ്ഡലം സരസ്വതി. അവരുടെ ആത്മകഥയാണ് സാരസ്വതം എന്ന് മനസ്സിലാക്കാം. യെസ്. ബോളിവുഡ് നടി ശ്രീദേവിയുടെ ജീവചരിത്രമായ ശ്രീദേവി ദി ലൈഫ് ഓഫ് എ ലെജൻഡ് എന്നാണ്. ശ്രീദേവി ദി ലൈഫ് ഓഫ് എ ലെജൻഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അപ്പോ അവരുടെ ജീവചരിത്രമാണ്, ബയോഗ്രഫിയാണ്. ഇത് എഴുതിയത് ആരാണ്? ഇത് എഴുതിയത് ധീരജ് കുമാർ എന്ന് പറയുന്ന ബോളിവുഡ് നടനാണ്. ധീരജ് കുമാർ ബോളിവുഡ് ആക്ടറാണ്. ധീരജ് കുമാർ. യെസ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബെന്യാമിൻ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയൊക്കെ പുറത്തിറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു കഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം തികച്ചും പ്രസക്തമാണ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിന്റെ ഒരു 8 നോവലുകൾ, പ്രസിദ്ധമായിട്ടുള്ള 8 നോവലുകൾ ഞാൻ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ബെന്യാമിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഒറ്റമരത്തണലിൽ. അനുഭവം ഓർമ്മയാത്ര. മറക്കരുത് മക്കളെ. ബെന്യാമിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഒറ്റമരത്തണലിൽ, അനുഭവം, ഓർമ്മയാത്ര എന്ന് പറയുന്ന ഇത്രയും അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നോവലുകളാണ്. ഒന്ന് ആടുജീവിതം. ഇപ്പോൾ സിനിമയായിട്ട് പുറത്തിറങ്ങിയുണ്ടായി. അതിന്റെ ഡയറക്ടർ ആരാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ആടുജീവിതം. 2 അബി സാഗിർ എന്ന് പറയുന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. പ്രവചനങ്ങളുടെ 2ാം പുസ്തകം, അതും ബെന്യാമിന്റെ. പ്രവചനങ്ങളുടെ 2ാം പുസ്തകം ബെന്യാമിന്റെയാണ്. അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ ബെന്യാമിന്റെയാണ്. മഞ്ഞവെയിൽ മരണങ്ങൾ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഈ 8 നോവലുകൾ, പുസ്തകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. ബെന്യാമിനുമായി ബന്ധപ്പെട്ട്, ആടുജീവിതവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. മറക്കാൻ പാടില്ല. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ബ്ലസ്സി ആണ് കേട്ടോ. ബ്ലസ്സി. യെസ്. അടുത്തത് 2021 ഫെബ്രുവരിയിൽ കന്നഡ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന, ശ്രദ്ധിച്ചിരുന്നോണെ, വളരെ പ്രധാനപ്പെട്ടതാണ്, കന്നഡ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന മഹാകവി ഉള്ളൂർ S പരമേശ്വരയ്യരുടെ മഹാകാവ്യം ഏതാണ്? 2021 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച മഹാകവി ഉള്ളൂർ S പരമേശ്വരയ്യരുടെ മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. ഉമാകേരളം. മനസ്സിലാക്കുക. മഹാകവി ഉള്ളൂർ S പരമേശ്വരയ്യരുടെ മഹാകാവ്യം കന്നഡ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് ഉമാകേരളം. തിരുവിതാംകൂറിന്റെ ചരിത്ര സംഭവങ്ങളാണ് ഉമാകേരളം കാവ്യത്തിൽ പ്രതിപാദിക്കുന്നത്. 19 സർഗങ്ങളിലായി 2000-ലേറെ ശ്ലോകങ്ങൾ ഈ പറയുന്ന മഹാകാവ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കന്നഡ ഭാഷയിൽ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിക്കുകയുണ്ടായി കേട്ടോ. ഉള്ളൂർ S പരമേശ്വരൻ നായർ. ഉള്ളൂർ S പരമേശ്വരൻ അയ്യരുടെ മഹാകാവ്യം കേട്ടോ, ഉമാ കേരളം. മറക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ ഈ സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത്, 1ാം ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സാഹിത്യ അവാർഡുകൾ, പ്രധാനപ്പെട്ട 2023 സാഹിത്യ അവാർഡുകൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആകട്ടെ,
കേരള സാഹിത്യ അക്കാദമി അവാർഡാകട്ടെ, എഴുത്തച്ഛൻ പുരസ്കാരം പോലെയുള്ള, ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളും കൂടുതൽ പുസ്തകങ്ങളും അതിന്റെ ഗ്രന്ഥകർത്താക്കളെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതെല്ലാം എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ പഴയ ക്ലാസ്സിൽ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണുക. വരും ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിരന്തരം അതെല്ലാവരും കണ്ട് ആവശ്യമുള്ള നോട്ടുകൾ മറ്റും എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. ബൈ.